ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇന്നത്തെ പത്രമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ 28-ാം തീയതിയിലെ 28/1/25 പത്രമാറ്റിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ ദേവയാനി ഇങ്ങനെ കരയുകയാണ് കേട്ടോ. കാരണം കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് അവർ വളരെ വിഷമിക്കേണ്ടത്. കാരണം ഏറ്റവും മോശമായിട്ട രീതിയിലല്ലേ നയനോട് അവർ പെരുമാറിയിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് പോലും അവളെ എനിക്ക് കാണണ്ട, അവളെനിക്ക് വിഷം തന്നതാണെന്നും പറഞ്ഞിട്ട് ആദർശിനെ അവളെയും കൂടി അട്ടിപ്പായിക്കാൻ കൊണ്ട് ദൈവത്തെ ഓർത്ത് നീ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആ രംഗങ്ങളാണ് നമ്മളുടെ ദേവയാനിയുടെ മനസ്സിൽ. അതൊക്കെ ആലോചിച്ച് പിന്നെയും അവർ കരയുകയാണ്. വല്ലാത്ത സങ്കടമായിപ്പോയി അവർക്ക്. അപ്പോഴേക്കും ജയൻ അങ്ങോട്ട് വരികയാണ്. ജയൻ വന്നിട്ട് പിന്നെ നീ എന്തിനാ ദേവയാനി കരയുന്നത് എന്ന് ചോദിക്കുന്നത്. നിനക്ക് എന്താ എത്ര സങ്കടം, നീ എന്തിനാ അങ്ങനെ കരയുന്നത്? അപ്പോൾ പിന്നെ നീ വിഷമിക്കണേ, എനിക്ക് മനസ്സിലായി. നിനക്ക് കരൾ തന്നത് ആരാന്നറിയാൻ നീ ഒരുപാട് ചുറ്റിക്കറങ്ങിയല്ലേ, പക്ഷെ അത് ആരാന്നറിയാത്തതിൻ്റെ വിഷമല്ലേ നിനക്ക് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അവൾ ദേവയാനൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ പറയും, നീ എന്തിനാ വിഷമിക്കുന്നത്? കാരണം നിൻ്റെ അച്ഛനും അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടക്കുന്നവരെ നീ അതിൻ്റെ പിന്നാലെ തന്നെ ആവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിൻ്റെ ഓരോ കാര്യങ്ങളിലും ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയല്ലേ ഞാൻ നോക്കിയിട്ടുള്ളത്. ഇതും നിൻ്റെ അടുത്ത് തന്നെ വരും, നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയും. പിന്നെ നമ്മുടെ മോൻ്റെ കാര്യം നീ ആലോചിച്ച് നോക്കുക, അവൻ എത്ര സങ്കടത്തിലാണെന്നറിയോ. നമുക്ക് ആണും പെണ്ണുമായിട്ട് അവൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അവനെ നമ്മളിങ്ങനെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ? നീ ഒന്ന് വിളിക്കുക, നയനെ ഒന്ന് വിളിക്കുക. നീ ഒന്ന് ഒരു ഫോൺ ചെയ്താൽ മതി, ആ കുട്ടി ഇങ്ങോട്ട് വരും തീർച്ചയായിട്ടും. ഒന്നില്ലെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും ഇവിടെ കൊടുന്നേക്കാം, അല്ലെങ്കിൽ ആദർശ് പോയി അവളെ കൊണ്ടുവരും. നീ ഒന്ന് വിളിക്കുക. നീ അവൻ്റെ സങ്കടം മനസ്സിലാകാതിരിക്കരുത്. നമ്മൾ അവൻ്റെ സങ്കടം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അവൻ്റെ അച്ഛനും അമ്മയെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് എന്നൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളും ദേവയാനീൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഞാൻ എന്താ വേണ്ടത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്, കരഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പറയും, ഇനി നീ ഒരു കാര്യം ചെയ്യണം, ആ കുട്ടിയുടെ പിന്നാലെ അന്വേഷിക്കാൻ നിൽക്കണ്ട. ഒരു വെളിച്ചത്ത് വരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ പിറകെ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, ഇനി ഞാൻ അന്വേഷിക്കില്ല, നിങ്ങളാരും എന്നോട് പറയും വേണ്ട, ഞാൻ അന്വേഷിക്കാനും പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ നീ ആശുപത്രിയിൽ പോയ വിവരമൊക്കെ ഞാൻ അറിഞ്ഞു പറയാം, ഞാൻ പോയിരുന്നു പറയാം, ആ ഡോക്ടറെ കണ്ടിട്ടില്ല അല്ലേ, അപ്പോൾ അവിടെ നിന്ന് കിട്ടാമെന്ന് നോക്കിയതൊക്കെ ഞാൻ അറിഞ്ഞു. കാരണം രണ്ടാമത് പോയത് അറിഞ്ഞിട്ടില്ല, ആദ്യം പോയതാണ് അറിഞ്ഞത്. രണ്ടാമത് നഴ്സിനെ പോയി കണ്ടതൊന്നും ഇവരാരും അറിഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇനി നീ എന്തായാലും അതിനെപ്പറ്റി അന്വേഷിക്കാൻ നിൽക്കണ്ടെന്നൊക്കെ അങ്ങനെ പറയുകയാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദേവയാനി ഇങ്ങനെ ഇരിക്കുകയാണ്, എന്താ ചെയ്യണമെന്ന് അറിയണ്ടേ. അപ്പോൾ പറയും, നീ എന്തായാലും നയനെ ഒന്ന് വിളിക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദേവയാനി കാരണം നീയിപ്പോൾ ആരും പറഞ്ഞിട്ടില്ലെങ്കിലും നയനെ പോയി വിളിക്കും, എല്ലാ വിവരങ്ങളും സത്യങ്ങളും അറിഞ്ഞിരിക്കുകയല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂർത്തി മുത്തശ്ശിയും കൂടി ഇങ്ങനെ ഇരിക്കുക. പിന്നെ അനാമികയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ അനി അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അനി ചോദിക്കുകയാണ്, എന്തിനാ മുത്തശ്ശ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ വിചാരിക്കേണ്ടത്, നീ അനാമികയെ കുട്ടിയും കൊണ്ട് വരുന്നില്ലേ? അനാമിക എന്ന് കേൾക്കുമ്പോൾ ചെകുത്താൻ കുരിശ് കണ്ട പോലെയാണോ, അത്രയ്ക്ക് വെറുപ്പാണ് അനാമിക. അപ്പോൾ എന്തിനാണ് ഞാൻ അവളെ കൊണ്ടുവരുന്നത്? അവൾ നമ്മളെ കുടുംബത്തിന് നല്ലതാണോ ചെയ്യുന്നത്? ഇപ്പോൾ നന്ദുവിനോട് കാണിച്ചു തന്നെ കണ്ടില്ലേ, ഒരു ഞങ്ങളവിടെ സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ നന്ദുവിനെ കൊന്ന് കെട്ടിത്തൂക്കാനായിരുന്നു അവരുടെ പരിപാടി. അത്രയും ഫ്രോഡായിട്ടുള്ള ആൾക്കാരാണ് അവർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും, പിന്നെ അപ്പോൾ മുത്തശ്ശൻ ചോദിക്കും, അപ്പോൾ അതിന് തെളിവുണ്ടോ? അപ്പോൾ തെളിവല്ല, കാരണം അനാമികയോട് അവർക്കാണ് ദേഷ്യം മുഴുവനും. അല്ല, അനാമികയ്ക്കും വീട്ടുകാർക്കും നന്ദുവിനോടാണ് ദേഷ്യം മുഴുവൻ. അത് അറിയുന്നതല്ലേ, അത് എടുത്തിനെ പിടിച്ച് തള്ളിയിട്ട് ആ ഒരു ദേഷ്യമാണ്, നന്ദു തല്ലിയ ദേഷ്യമാണ് അവർക്കറിയും. അപ്പോൾ പറയും, എന്തായാലും നീ ഒരു കാര്യം ചെയ്യണം, നീ ഇവിടെ കയറി വന്നാൽ മരുമക്കളെ ഉപേക്ഷിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ അവളെ കൊണ്ടുവരും, നീ എന്നിട്ട് നന്നാക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. പിന്നെ അതുമല്ല, നമ്മുടെ മൂർത്തീസ് ഗ്രൂപ്പിൽ എല്ലാവരും സിനിമ നടന്മാരെ പോലെ തന്നെ, സിനിമ ആക്ട്രസിനെ നടന്മാരെ പോലെ തന്നെ ഒരുപാട് ഇതുള്ള ആൾക്കാരാണ് മൂർത്തിയിൽ. കാരണം അവരുടെ മറ്റേ ഇതിലും എന്താ പറയുക, പരസ്യത്തിൽ അഭിനയിക്കുന്ന കോടികളുടെ പരസ്യത്തിലൊക്കെയാണ് അവർ ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്കും അതിൻ്റെ തുല്യമായിട്ടുള്ള നിലപാടുണ്ട്. അപ്പോൾ നിനക്ക് 3 ജ്വല്ലറി നോക്കാനുള്ളതാണ് തന്നത്, പക്ഷെ നീ ഒരു ഡൈവേഴ്സാണ് പറഞ്ഞ, പക്ഷേ നിനക്കൊരു പ്രശസ്തി ഒന്നും കിട്ടണ്ടാവില്ല എന്നൊക്കെ അവനങ്ങനെ പറയും. പക്ഷെ അവനതൊന്നും ഒരു പ്രശ്നമല്ല, അവൾ ജീവിതത്തിലേക്ക് വരണ്ട. അപ്പോൾ അവൻ പറയും, എനിക്ക് വേണ്ടി ഞാൻ അവളെ കൊണ്ടുവരില്ല, മുത്തശ്ശിക്കും വല്യമ്മയ്ക്കും വേണ്ടി കൊണ്ടുവരാം. കാരണം വല്യമ്മ കരഞ്ഞിരിക്കുന്നത് അനാമിക വരാഞ്ഞിട്ടാന്നാണ് അവർ പറയുന്നത്. എല്ലാവരും വിചാരം അത് തന്നെയാണ്. അപ്പോൾ നിൻ്റെ വല്യമ്മയ്ക്കും അവൾ വരണം, അവൾ വരാതെ പറ്റില്ല, അത്രയും സങ്കടമുണ്ട്
നിൻ്റെ വല്യമ്മയ്ക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്ത് പറഞ്ഞാലും ഇവൻ അങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ്. അതിൽ പറയും നീ കൊണ്ടുവരണം, അവളെ പോയിട്ട് കൊണ്ടുവരാതിരിക്കരുത്, പിന്നെ നിനക്ക് നേരാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ നേരാക്കി എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൾ നേരാവൊന്നുമില്ല മുത്തശ്ശി, അവളുടെ സ്വഭാവം അങ്ങനെ, അവരെ വീട്ടുകാരെ അങ്ങനെയെന്നൊക്കെ അവൻ കുറേ പറയും. അവസാനം നിവർത്തില്ലാണ്ട് പറയുന്നത് ശരി വല്യമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ട് ഞാൻ അവളെ കൊണ്ടുവരാം, എനിക്ക് വേണ്ടി ഞാൻ അവളെ കൊണ്ടുവരില്ല എന്ന് പറയും. അങ്ങനെ മനസ്സോടെ പോവുകയാണ് അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി പറയാം അവർ ആ കുടുംബം ശരിയല്ല എന്ന് തോന്നുന്നു, കാരണം പിന്നെ അവർ ഫ്രോഡുകളാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഒരു കാറ് വാങ്ങിച്ചു കൊടുത്തിരുന്നു, ഇവിടെ ഇടണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൊണ്ടിട്ടിപ്പോൾ അവിടെ കാണാനില്ലാന്ന് അനി പറയുകയും ചെയ്തിരുന്നു. അവർക്ക് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്നറിയും. അപ്പോൾ മുത്തശ്ശി പറയും ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെയൊന്നും പോകണ്ട, കാരണം നമ്മളിനി എന്തെങ്കിലും അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും വെറുപ്പാവില്ലേ അവരോട് ചെയ്യുക എന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാവും നമ്മുടെ അനി വിളിക്കാൻ ചെല്ലുകയാണ്. അപ്പോൾ അനിയെ കാണുന്ന സമയത്ത് പിന്നെ ആരപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനാമികയുടെ അച്ഛൻ നോക്കും. ഓ മരുമോനാണോ, അല്ല സോറി അനാമികയുടെ അമ്മ, അനിയാണല്ലോ എന്ന് പറയും. ഇവിടെ ഒന്ന് വരൂ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ വിളിക്കും. അപ്പോൾ അയാൾ വരും, എന്ത് ഇതാ മരുമകൻ വന്നു എന്നറിയാം. ഓ മരുമകനോ, അപ്പോൾ അനാമിക എവിടെ വിളിക്കാൻ പറയും. അതിൽ പറയും മോളിപ്പോൾ വരും, എന്താ നീ വിളിക്കാൻ വന്നതാണോ മരുമകനെ, കാരണം ഒരു പുച്ഛ ഭാവമാണ് അയാൾക്ക്. അതിൽ പറയും എനിക്ക് വേണ്ടി വന്നതൊന്നല്ല, എൻ്റെ വല്യമ്മയും മുത്തശ്ശിയും പറഞ്ഞുകൊണ്ട് വിളിക്കാൻ വേണ്ടി വന്നതാണ് അറിയും. ഓ നിനക്ക് വേണ്ടി വിളിക്കാൻ വന്നതല്ല അല്ലേ, അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ അനാമികയും വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മോളെ അങ്ങോട്ട് വരുന്നില്ല, ഇനി മുഖത്തെ പാടുകളായിട്ട് അവൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്ന് പറയും. വരികയാണെങ്കിലോ എന്ന് പറയുമ്പോൾ പറയും അവളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ അറിയും. നിങ്ങൾ പൊന്നുപോലെ നോക്കിയില്ലെങ്കിലും പൊന്നുരുക്കി ഒഴിക്കുകയൊന്നും ചെയ്ത് അറിയും. അപ്പോഴും അറിയും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കൊണ്ടുപോകാൻ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ വരും വേണ്ട, അവൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി അറിയും. അപ്പോഴേക്കും അനി വരും. അപ്പോൾ എന്നാൽ ഞാൻ എൻ്റെ മകളെ അങ്ങോട്ട് അയക്കുന്നില്ല എന്ന് പറയും അച്ഛൻ. അപ്പോൾ ഭാര്യ പറഞ്ഞിട്ട് കണ്ണുകൊണ്ടിട്ടേ വേണ്ടാന്ന് പറഞ്ഞിട്ട് കണ്ണുകൊണ്ട് കാണിക്കുകയാണ്, കാരണം അവൻ തിരിച്ചു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോഴേക്കും എന്താ പറയുക അനാമിക കൊണ്ട് വരും. അപ്പോൾ പറയും ഓ വന്നോ, ആര് പറഞ്ഞയച്ചിട്ടാണ് നീ വന്നത്, നിൻ്റെ വല്യമ്മയ്ക്ക് വേണ്ടി ആ കരൾ കേടായി കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണോ, അതൊക്കെയാണ് പറയുക, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ അവർക്ക് വേണ്ടിയിട്ടാണോ വിളിക്കാൻ വേണ്ടി വന്നത്, അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ പോവാം എൻ്റെ പാട്ടിനെന്നൊക്കെ പറയും. അവിടുന്ന് നല്ല കണക്കിന് പറയും അനിയിട്ടോ, കാരണം അവൻ കേട്ടുകൊണ്ട് നിൽക്കണമെന്നില്ല, നല്ലോണം മറുപടി പറയുന്നുണ്ട്. അപ്പോഴേക്കും അവൾ എന്തോ പറയാൻ നിൽക്കുമ്പോഴേക്കും അവളുടെ മോളെ ഒന്നും പറയണ്ട, നീ വേഗം ഡ്രസ്സ് ചെയ്ത് പോകാൻ നോക്കുക അനിയുടെ കൂടെ എന്ന് പറയും. അങ്ങനെ തള്ള പിടിച്ച് വലിച്ച് കൊണ്ടുപോവുകയാണ് മകളെ. അപ്പോഴേക്കും പിന്നെ എന്താണ് പിന്നെ അനിയും വേണും കൂടെയുള്ള സംഭാഷണങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാം ഇതായി സെറ്റിലായി കഴിഞ്ഞ് കൊണ്ടുപോകാനുള്ള ഇതൊക്കെ എടുക്കും. പിന്നെ അവിടുന്ന് കാണുന്നത് നമ്മളുടെ എന്താണ് ഇതേ മറ്റേ നയനയുടെ വീടാണ് കാണിക്കുന്നത്. നയനയുടെ വീട്ടിൽ നയനയുടെ നന്ദുവും അച്ഛനൊക്കെ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ വിഷുവാകുമ്പോഴേക്കും കുറച്ച് പ്രതിമകളൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കണം എന്നുള്ളതിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പറയും ഒരു പണിയും എടുക്കേണ്ടെന്ന് മരുമകൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അത്രയും കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ കനകയെ ശരിയാവുക, നമുക്ക് ബൈക്കിങ് ജോലികൾ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് മടി പിടിച്ച വല്ല അസുഖം വരും നമുക്ക് എന്നൊക്കെ പറയുമ്പോഴേക്കും മുന്നിലൊരു കാറ് വന്ന് നിൽക്കും. കാറ് നിൽക്കുമ്പോൾ കാണാം ഇന്ന് ദേവയാനി ഇറങ്ങി. അപ്പോൾ പറയും അയ്യോ ദേവയാനിയാണല്ലോ വരുന്നത്, ഇങ്ങനെ ദേവയാനി ചേച്ചിയാണല്ലോ വരുന്നത് എന്നിങ്ങനെ പറയുകയാണേ. അതിൽ ദൈവം ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണാവോ അവർ വരുന്നത്, എന്തിനാണാവോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ അവരിങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി പതുക്കെ സ്റ്റെപ്സ് കയറിയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ കനക ഇങ്ങനെ ഒരു വെളിച്ച ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണേ. അപ്പോൾ കനക ചോദിക്കുക അല്ല എന്തേ ഇങ്ങോട്ട് വന്നത് എന്ന് നോക്കുമ്പോൾ എന്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ എന്ന് വയ്ക്കും. കാരണം ആ സ്നേഹം പുറത്ത് കാണിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ അവർ പഴയ മാതിരി എങ്ങനെ വെച്ചാൽ അതുപോലെ തന്നെ ഉള്ളൂ നിൽക്കാൻ പറ്റുക. അല്ല അതല്ല, ഇങ്ങനെ വയ്യാതിരിക്കുമ്പോൾ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഒറ്റയ്ക്ക് വന്നത് എന്ന് വയ്ക്കും. ഇവിടെ നിങ്ങളുടെ മൾക്ക് എങ്ങനെയുണ്ട്, അവൾക്ക് എങ്ങനെ ഉണ്ട്, കുഴപ്പമില്ല, ഇല്ല കുഴപ്പമൊന്നുമില്ല, അവളെവിടെ എന്ന് വയ്ക്കും. അപ്പോൾ നന്ദു പറയും കുളിക്കുകയാണ് എന്ന് പറയും. ഇരിക്കണമൊന്നുമില്ല, ഞാൻ അവളെ കാണാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയും. അങ്ങനെ അവരോടൊക്കെ വളരെ ഇതായിട്ടാണ് പെരുമാറുന്നത് കേട്ടോ. കാരണം അവരുടെ ആ സ്വഭാവം മാറിയ വിവരം മറ്റുള്ളവരെ അറിയിക്കാനും പാടില്ല, ഇവളാണ് കരൾ തന്നെന്നുള്ള കാര്യം പറയാനും പാടില്ല, അങ്ങനെയുള്ളൊരു ഇതിലാണ് അവർ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇരിക്കണില്ല. അപ്പോൾ പറയും ഇപ്പോൾ ചേച്ചി കുളിച്ച് വന്നിട്ടുണ്ടാവും എന്ന് പറയുന്നു നന്ദു.
ആ ശരി, ഞാനൊന്ന് കാണട്ടെ. ഇനിയിപ്പോൾ ഞാൻ വന്ന് വിളിക്കാണ്ട് ആരും വരാതിരിക്കുന്നു വേണ്ട, അങ്ങനെയൊക്കെ എന്നുള്ള ദേഷ്യപ്പെട്ട പോലെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലാം, അവളെ ഇങ്ങോട്ട് വിളിക്കുന്നു വേണ്ട, ഞാൻ അങ്ങോട്ട് ചെന്ന് കണ്ടോളാം എന്നിട്ട് പോവും. അതിൽ ഇനിയിപ്പോൾ എന്തിനാണാവോ വന്നതെന്ന് കനകയും ഗോവിന്ദനും നന്ദും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തിനാണാവോ വന്നത്, ഇനി ഡൈവേഴ്സ് ആവുമോ, ഇനി ഒന്നും അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതാണോ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവർ ആകപ്പാടെ പേടിയാവും പാവങ്ങൾ കേട്ടോ, അവറ്റങ്ങൾക്ക് നല്ല ഭയമുണ്ട്. അവിടുന്ന് ചെല്ലുമ്പോൾ ഇവള് നമ്മുടെ നയന മുടിയൊക്കെ ചീകി ഇങ്ങനെ കട്ടിലിൻ്റെ മുകളിൽ ഇരിക്കുകയാവും. അപ്പോഴാണ് ഇവർ ചെല്ലുന്നത്. അപ്പോൾ ഇവള് കാണുമ്പോൾ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇവള് പെട്ടെന്ന് നിൽക്കും. അമ്മ എന്നിരിക്കും, എന്താ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ ഞാൻ. നിന്നെ എന്താണ് അവന് ഉറക്കം തന്നെയല്ല, എനിക്ക് എൻ്റെ മോനാണ് വലുത്, പിന്നെ അവന് ഉറക്കമേ ഇല്ല, ഉറക്കം നഷ്ടപ്പെട്ട പോലെ അവൻ എഴുന്നേറ്റ് നടക്കുകയാണ്, പിന്നെ എല്ലാത്തിനും നീയാണ് കാരണം എന്നൊക്കെ ഇങ്ങനെ പറയും. ഇനിയിപ്പോൾ നീ ഇല്ലാതെ ഇരിക്കുമ്പോൾ എനിക്ക് ആണും പെണ്ണായിട്ട് അവനേ ഉള്ളൂ. അവന് 1.5 വയസ്സ് മുതൽ അവന് അസുഖങ്ങൾ വന്നതാണ്, ശ്വാസം മുട്ടലൊക്കെ ആയിട്ട്, അറിയോ എന്നൊക്കെ എനിക്കറിയാം, അതൊക്കെ അറിയാലോ, പിന്നെന്താ, ഇനിയിപ്പോൾ മക്കളെ മരുമക്കളായിട്ടല്ല കാണുന്നത്, മക്കളായിട്ട് കാണണമെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് ഞാൻ. നീ വരണം അങ്ങോട്ട്, അവനെ ഓർത്തായിട്ടാണെങ്കിൽ നീ അങ്ങോട്ട് വരണം. നീ അതിന് വേണ്ടിയിട്ടല്ലേ, ഞാൻ നിൻ്റെ കാല് പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ കാത്തിരുന്നത്, ഞാൻ ഇവിടെ വന്ന് വിളിക്കാൻ വേണ്ടിയിട്ടല്ലേ കാത്തിരുന്നത് പറയും. പക്ഷെ അവരാദ്യം ഇവളെ നോക്കി ഇങ്ങനെ ഫ്രണ്ട്, ഞാൻ കാരണം ഇങ്ങനെ അവളോട് സ്നേഹമായിട്ടുള്ളത് പെരുമാറുന്നത് കാണിക്കരുത്, കാരണം സ്നേഹമായിട്ട് ഇടപഴകാൻ പാടില്ല, എപ്പോഴും പണ്ടത്തെ മാതിരി അങ്ങനെ അതുപോലെ തന്നെ വേണം. പക്ഷെ അവരുടെ മനസ്സ് മുഴുവൻ അവളോടുള്ള സ്നേഹമാണ് അതിന്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പറയുകയാണ്, അതുകൊണ്ട് നീ അങ്ങോട്ട് വരണം, നീ കെഞ്ചും പോലെയാണ് അതിൽ പറഞ്ഞത്. ഇനിയിപ്പോൾ നീ വന്നിട്ടില്ലെങ്കിൽ അവന് പ്രശ്നമാവുള്ളൂ, അതുകൊണ്ട് നീ അങ്ങോട്ട് വന്നേ പറ്റൂ എന്ന് പറയുകയാണേ. അപ്പോൾ അവൾ ഇങ്ങനെ നിൽക്കുക. അതിൽ പറഞ്ഞു, നീ വരണം, നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാൽ, ഇനിയിപ്പോൾ വേണമെങ്കിൽ നിൻ്റെ കാല് വരെ ഞാൻ പിടിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ അതിനങ്ങനെ ആകെ അങ്ങനെ എന്താ പറയുക, ഒരു ഇതായിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാലൊക്കെ പിടിച്ച് കൊണ്ടുപോകുക എന്നൊക്കെ പറയുമ്പോഴേ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുഞ്ഞു അതാ പോണു. അങ്ങനെ ഇന്നത്തെ എന്താ പറയുക, ഇന്നത്തെ എപ്പിസോഡ് വളരെ നന്നായിട്ടാണ് പോകേണ്ടത്. അങ്ങനെ നമ്മുടെ ദേവയാനി നമ്മളെ നയനെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണണം, മിസ്സാക്കരുത്. അതുപോലെ എൻ്റെ ഈ രാധാസ് ഹോമിലി കിച്ചൺ ഞാൻ വേറെയും വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക, നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് തരിക, അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ അതിൻ്റെ ബെല്ലൈക്കൺ ഒക്കെ ഒന്ന് അമർത്തുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ പറയുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.